നമുക്കിഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ഭാഗം മാത്രം മുറിച്ചെടുത്ത് ഫോണിൽ റിംഗ് ടോൺ ആക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. സാധാരണയായി നമ്മുടെ ഫോണിലുള്ള ഒരു പാട്ടാണ് നമ്മൾ റിംഗ് ടോൺ ആക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തുടക്കത്തെ മ്യൂസിക് മുതൽ അത് റിംഗ് ടോൺ അടിയാൻ തുടങ്ങും. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ മ്യൂസിക് ഒഴിവാക്കി പാട്ട് എവിടെയാണ് തുടങ്ങുന്നത് ആ തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് റിംഗ് ടോൺ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അനുപല്ലവിയാണ് വേണ്ടതെങ്കിൽ അനുപല്ലവി മാത്രം കട്ട് ചെയ്ത് റിംഗ് ടോൺ ആക്കാം. അല്ല പാട്ടിലെ ഏതെങ്കിലും പോർഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതുമാത്രം കട്ട് ചെയ്ത് നിങ്ങൾക്ക് റിംഗ് ടോൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ 4.7 എന്ന ഹൈ റേറ്റിംഗ് ഉണ്ട്. അത്രയും മികച്ചൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിലെ പ്രധാന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ പെർമിഷനുകൾ ചോദിക്കും. ചോദിക്കുന്ന എല്ലാ പെർമിഷനും കൊടുത്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുകയുള്ളൂ. പാട്ടിൽ നിന്ന് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്യാൻ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന പാട്ടുകളും എല്ലാ ഓഡിയോ ഫയലും ഇതുപോലെ കാണിക്കുന്നതാണ്. നമ്മുടെ ഫോണിലെ പാട്ടുകൾ കണ്ടെത്താൻ ഇതിൽ പല മാർഗ്ഗങ്ങളുണ്ട്. മുകളിൽ സെർച്ച് ബാർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പാട്ടിൻ്റെ പേര് സെർച്ച് ചെയ്ത് കണ്ടെത്താം. അല്ലെങ്കിൽ ഫോൾഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏത് ഫോൾഡറിലാണ് നമ്മൾ ആ പാട്ട് സൂക്ഷിച്ചിട്ടുള്ളത് അങ്ങനെ സെലക്ട് ചെയ്യാം. റിംഗ് ടോൺ ആക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉപയോഗം പറഞ്ഞു തരാം. നമുക്ക് വേണ്ട പാട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഇതുപോലെ മാർക്കായി കിടക്കുന്നുണ്ടാവും. നമുക്ക് എവിടെ മുതൽ എവിടെയാണ് വേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ നീക്കുമ്പോൾ തന്നെ ആ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കാണാം പാട്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് എവിടെ മുതൽ എവിടെയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാനാണ് ഈ 2 ബാർ നൽകിയിരിക്കുന്നത്. എനിക്കിപ്പോൾ അനുപല്ലവിയാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് അത് കറക്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനിക്കുന്നത് എവിടെയാണ് അതും വെച്ച് കൊടുക്കുക. കറക്റ്റ് എവിടെ തൊട്ട് എവിടെ വരെ വേണം അത് വെച്ച് കൊടുത്ത് അത് പ്ലേ ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. കാത്തിരുന്നു ഞാൻ ഈ വഴിയോരം തേടി വന്നു ഞാൻ. ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പേരും കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ട്. പേര് വേണമെങ്കിൽ മാറ്റാം. എങ്കിലാണല്ലോ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പം. അതാണല്ലോ. ഇനി താഴെയുള്ള ക്വാളിറ്റി ഒന്നും മാറ്റേണ്ടതില്ല. അത് നിലവിലുള്ള ക്വാളിറ്റി ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണുള്ളത്. ഇനി ജസ്റ്റ് നിങ്ങൾ താഴെയുള്ള കൺവേർട്ട് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങൾക്കിത് റിംഗ് ടോൺ ആയിട്ട് ഒരു ചെറിയ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് തന്നെ റിംഗ് ടോൺ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഒരുപാട് പെർമിഷനും കാര്യങ്ങളും കൊടുക്കണം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ റിംഗ് ടോൺ എവിടെയാണ് വാട്സപ്പിലേക്കാണോ വേണ്ടത് ഫോണിലേക്കാണോ വേണ്ടത് സാധാരണ പോലെ തന്നെ ഈ ഫയൽ കണ്ടെത്തിയിട്ട് നമ്മുടെ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.